നമസ്കാരം. മറ്റന്നാൾ ഡിസംബർ 1 പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. പുതിയ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ കൂടുതലായും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ധനപരമായ ഉയർച്ച അല്പം കൂടുതലായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. അതല്ല മറ്റ് ബിസിനസ്, തൊഴിൽപരമായ നേട്ടങ്ങളാലും വന്നു ചേരാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഡിസംബർ മാസം കൂടുതലായും ധനപരമായ ഉയർച്ച വന്നു ചേരുന്നത് എന്ന് അറിയാം. വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം ധനപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലം തന്നെയാകുന്നു. ധനം കൈകളിലേക്ക് വന്നു ചേരുക, ധനപരമായ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ധനപരമായ ഉയർച്ച തന്നെയാണ് വന്നു ചേരുക. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ ഉയർച്ചയാകാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ലോട്ടറി അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടോ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പലവിധ സമ്മാനങ്ങൾ നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയോ നൽകിയിരിക്കുന്നതായ പണം തിരികെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകും. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ മാസം അഥവാ ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതിനാൽ തന്നെ പലവിധ നേട്ടങ്ങൾക്കും കാരണമായി തീരും. പ്രധാനമായും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല വഴികളിലൂടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമായതിനാൽ തന്നെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ബിസിനസ് പരമായ നേട്ടങ്ങളാലോ തൊഴിൽപരമായ നേട്ടങ്ങളാലോ ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ ധനം അത് സഹായധനമാകാം, അല്ലെങ്കിൽ കടം വീട്ടുവാനുള്ള പണമാകാം. ഇത്തരം കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു പോകുവാൻ സഹായകരമായ ധനവും കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ അല്പം വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്ക് ഈ പുതിയ മാസം അഥവാ ഡിസംബർ മാസം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. പലവിധ ധനപരമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ, ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. മുൻപ് നൽകിയിരിക്കുന്നതായ അഥവാ കൈവായ്പയായി നൽകിയിരിക്കുന്നതായ ധനമാണ് എങ്കിലും തിരികെ ലഭിക്കാം, അല്പമെങ്കിലും തിരികെ ലഭിക്കാം. കൂടാതെ ഈ സമയം ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരാം.
തൊഴിൽപരമായോ ബിസിനസ് പരമായോ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം സഹായമായാണ് എങ്കിലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ആവശ്യത്തിനുള്ള ധനം നിങ്ങൾ അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ കുറുക്ക് വഴി ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. അതിനാൽ ശരിയായ വഴിയിലൂടെ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പ്രതീക്ഷിക്കുന്നതായ ധനം പോലും കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചോതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് അഥവാ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ മാസം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലം തന്നെയാണ് എന്നാകുന്നു. ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. പ്രധാനമായും ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനമുണ്ട്. ആ ധനം അത്രയും ലഭിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ധനം ലഭിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം തൊഴിൽപരമായ ഉന്നതിയാലോ ബിസിനസ് പരമായോ കൈകളിലേക്ക് പണം വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഭാഗ്യദേവത കൂടി കടാക്ഷിക്കുന്ന സമയമായതിനാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടോ സമ്മാനങ്ങൾ ലഭിക്കാം. കൂടാതെ മറ്റ് സമ്മാനങ്ങൾ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടും ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. അത്തരത്തിൽ ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കുകയോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടുകയോ ചെയ്യാം. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അനിഴം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. അതായത് അപ്രതീക്ഷിതമായും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് ധനം നേടിത്തരുവാൻ സഹായകരമായി തീരും. കർമ്മ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ഈ സമയം ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. കൂടാതെ മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം അഥവാ സമ്മാനങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പൊതുവിൽ ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക ഈ സമയം. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉന്നതി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സമ്പാദ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളിൽ നിന്നും ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ സഹായമായി പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചില വ്യക്തികൾ മൂലം ഉണ്ടായതായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നികത്തുവാൻ സാധിക്കുകയോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായോ ബിസിനസ് പരമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം പ്രധാനമായും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ കാര്യം
ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമാണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉന്നതി, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇതിന് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. കർമ്മവിജയം, കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കും. ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതിനാൽ തന്നെ അത് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കും. ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാവുന്നതുമാണ്. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, മറ്റു നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ചില വ്യക്തികൾക്ക് മനസ്സിലുണ്ടായിരുന്നതായ ചില വിഷമങ്ങൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.